ഈ നിലവിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ നമ്മൾ പണി എവിടെ കാലതാമസം അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത ഒക്കെ നിലനിൽക്കുമ്പോൾ ആ സാങ്കേതികത്വം പറഞ്ഞൊരു അപകടകരമായ ഒരു കെട്ടിടത്തിൽ രോഗികളെ ഈ ഇത്രയും റിപ്പോർട്ടുകളുള്ള സ്ഥാനത്ത് പാർപ്പിക്കാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സമാന്തര സംവിധാനം ഉണ്ടാക്കണ്ടേ? ആ കെട്ടിടത്തിൻ്റെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്ന ഭാഗം 11-ാം വാർഡിൻ്റെയും 14 വാർഡിൻ്റെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് സംശയമൊന്നുമില്ല. അത് 11-ഉം 14-ഉം ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് അവിടെ അതുവഴി രോഗികൾ പോകുന്നുണ്ടായിരുന്നു. 11-ാം വാർഡിലും 14-ാം വാർഡിലും ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പുതിയത് ഇപ്പോൾ ആ പഴയ കെട്ടിടത്തിലാണെങ്കിൽ പോലും പേഷ്യൻസ് നമുക്കോട്ട് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 10-ാം വാർഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ഈ അപകടം ഇന്നലെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ, പ്രധാനമായിട്ട് ഈ ശുചിമുറിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കൂടുതലായിട്ട് പല കെട്ടിടങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിഞ്ഞത്. വെള്ളമിറങ്ങി ഈ അവിടെ ആ ഭാഗമാണ് പൂർണ്ണമായിട്ടും ബലക്ഷയത്തിന് കാരണമാകുന്നത്. എല്ലാ വർഷവും ഒരു അറ്റകുറ്റപ്പണി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഈ കെട്ടിടങ്ങൾ മാറ്റേണ്ടതില്ലേ? അങ്ങനെ ഒരു പരിശോധന നടത്തുന്നില്ല ഇവിടെ? തീർച്ചയായിട്ടും സേഫ്റ്റി ഓഡിറ്റും മാനുവൽ ആയിട്ടുള്ള അസറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടി നമ്മൾ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിമോളിഷൻ തീരുമാനമായ കെട്ടിടമായതുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നമ്മളിനി അവിടെ ചെയ്തില്ലെങ്കിൽ പോലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അവിടെ ഉണ്ടാക്കുകയും അത്യാവശ്യം വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റ് 11-ലെയും 14-ലെയും ടോയ്ലറ്റുകൾ അടച്ചു തന്നെയാണ് ഇട്ടിരുന്നത്. അത് ആർഎംഒയും ഒക്കെ ചേർന്ന് അത് ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങോട്ടുള്ള ഒരു ആക്സസ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്ന കാര്യത്തിൽ അതാണ് അങ്ങോട്ടുള്ള അത് അതിനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്രോളം കാലം ആ 2 ടോയ്ലറ്റ് കോംപ്ലക്സിലേക്കുള്ള എൻട്രി നിരോധിക്കുകയും അവിടെ അടച്ചിട്ടിരിക്കുകയും തീർച്ചയായിട്ടും അത് അന്വേഷിക്കട്ടെ. എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണത്തിനായിട്ട് കളക്ടർ ഇന്നിവിടെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10-ാം വാർഡിലാണ് ഈ അപകടം ആളുണ്ടായിരുന്നു എന്ന് പറയുന്നു. 11-14 നമ്മൾ അടച്ചു എന്ന് പറയുന്നു. ഇതൊരൊറ്റ കെട്ടിടത്തിലിരിക്കുമ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ അടച്ചിടുകയും അതിപ്പോൾ ഒരു സ്ഥലം തുറന്നിടുകയും ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ബാധിക്കുകയല്ലേ? നമുക്ക് പ്രായോഗികമായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി റിട്രോസ്പെക്റ്റീവ്ലി നമുക്കതേപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ പ്രായോഗികമായിട്ടൊരു ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഈ കോട്ടയം ജില്ല മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും വിദൂരം. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ആക്സിഡൻറ്റിലുണ്ടായ കുട്ടി വയനാട്ടുകാരാണ് വരുന്നത്. കണ്ണൂർ മുതൽ കൊല്ലം വരെയുള്ള ഒരു വലിയ സ്ട്രെച്ചിലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമുക്കാർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾക്ക് അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും കെട്ടിടം പോലെ നമുക്ക് പൂർണ്ണമായിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് എല്ലാ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കി തന്നെയാണ് ഞങ്ങൾ പോയിരുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അതിനെപ്പറ്റി അന്വേഷണം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കട്ടെ. മെഡിക്കൽ കോളേജ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്? കാരണം ഈ നിയന്ത്രണം ഉണ്ടായിരുന്നു, അവിടെ പ്രവേശിക്കരുതെന്ന് കർശന നിർദ്ദേശം മേളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിക്കാതെ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു? പ്രാഥമിക അന്വേഷണം പോലും നടത്തിയിട്ടുണ്ട്? നോക്കൂ, ഇവിടെ ഈ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടാണല്ലോ ഇപ്പോൾ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം അതിന് ബാഹ്യമായ ഒരു അന്വേഷണം കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നടക്കട്ടെ. പിന്നെ ഞങ്ങളുടെ ഇൻറ്റേർണൽ സംവിധാനങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി തുടങ്ങിയ ആൾക്കാരെ എല്ലാവരെയും ഞങ്ങൾ വളരെ ഫ്രീക്വൻ്റായിട്ട് കാണുന്നുണ്ട്. സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇന്നലെ അതിൻ്റെ മീറ്റിങ്ങുകൾ രാത്രി 12 മണി വരെയും ഞങ്ങൾ തുടർന്നു. പുതിയതായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 330ഓളം പേഷ്യൻസിനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും കൈമയും മറന്ന് സഹായിച്ചിട്ടാണ് ഷിഫ്റ്റിംഗ് ഒക്കെ നടന്നത്. ഇവിടെ രാത്രിയും ഊണും ഉറക്കവും ഇല്ലാതെ എല്ലാവരും നിന്ന് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യസാധ്യമായി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി അർജൻറ്റായിട്ട് കൂടി. ഇന്ന് 9 മണിക്ക് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, 10 മണിക്ക് തിയേറ്റർ കമ്മിറ്റി എല്ലാം കൂടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ ഉള്ള ട്രോമ തിയേറ്ററുകളെ കാഷ്വാലിറ്റിയിൽ പുതുതായിട്ട് എമർജൻസിക്ക് വേണ്ടി ആ 4 തിയേറ്ററുകളെ 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ച് കഴിയുന്നത്രയും പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരാതെ എലക്റ്റീവ് സർജറികൾ ഉൾപ്പെടെയുള്ളതെല്ലാം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനമാണ് നമ്മൾ താൽക്കാലികമായിട്ട് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഒട്ടും കുറവ് വരാതെ മികച്ച രീതിയിൽ തന്നെ തുടർന്നും ചെയ്യണം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും സൽപ്പേരുമാണ്.
അപ്പോൾ അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ക്രൈസിസിൽ ഞങ്ങൾ ഈ പതറിപ്പോകും. അപകടാവസ്ഥയിലുള്ള വേറെ ഏതെങ്കിലും കെട്ടിടങ്ങളുണ്ടോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുള്ള വേറെ കെട്ടിടങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഇല്ല, ഈ EFG ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ മാത്രമാണ് അപകടകരമായ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും. ഈ അപകടം നടന്ന കെട്ടിടത്തിന്റെ ഓപ്പോസിറ്റുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ സമയത്ത് ആശുപത്രി സൂപ്രണ്ട് വർഗീസ് പി. പുന്നൂസാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.